സ്നേഹവാനെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗീയ നല്ല കർത്താവേ, അനുഗ്രതമായ നല്ല നിമിഷത്തിനാണ് തുടങ്ങിയ സ്തുതിക്കുന്ന വാഴ്ത്തുനാഥ. ഒരു പ്രാവശ്യം കൂടെ അവിടെ ദേശത്തിലേക്ക് അടുത്ത് വരുവാൻ ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ അവസരം ഒരുക്കി വലിയ സ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന നല്ല ദൈവമേ, അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് നിങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നിമിഷങ്ങളെല്ലാം അടിയങ്ങളെ അത്ഭുതമാതിശയമായ കർത്താവിൻ്റെ ചെറിയ മറവിൽ അടിയങ്ങളെ പരിപാലിച്ച ദൈവസ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനർത്ഥങ്ങളിൽ ആപത്തിൽ അടിയങ്ങളെ വിടുവിച്ച ദൈവസ്നേഹത്തിനായി സ്തോത്രം. അടിയങ്ങളുടെ ജീവന ഭക്തിക്ക് വേണ്ട എല്ലാം നൽകി തന്ന ദൈവസ്നേഹത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലം കർത്താവെ, അവിടുത്തെ സന്നിധിയോടടുത്ത് വരുന്ന അടിയുടെ ജീവിതത്തിലെ അനുഗ്രഹം വിടുതലുമായി തീരുവാൻ സ്വർഗം സഹായിക്കണമേ. ഒരു പ്രാവശ്യം കൂടെ അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ച് വരുവാൻ സ്വർഗോടിങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലമുള്ള കരങ്ങളിലേക്ക് ഇടങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന അതാ ദൈവത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ ഉള്ളങ്ങളോടും കർത്താവിയുടെ കൂടെയും സംസാരിക്കുകയും ചെയ്യണമേ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സന്നിധിയിൽ കഴിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമ ജീവിതത്തിൽ അനുഭവിച്ച് വരുവാൻ സ്വർഗോടിങ്ങളെ സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. തക്ക സമയത്ത് ദൈവം കർത്താവ് കൂട്ടിവരുത്തണമേ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ മഹത്വം കർത്താവെ ഇന്ന് പകൽക്കാലം ഓരോരുത്തരും അനുഭവിച്ച് വരുവാൻ സ്വർഗോട് ഇടയാക്കണമേ പ്രാർത്ഥിക്കുന്നു. പകൽക്കാലത്തെ എല്ലാ ശുശ്രൂഷകളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം നിയന്ത്രിക്കുന്ന നിമിഷങ്ങളായി തീരുവാൻ സ്വർഗോട് ഇടയാക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സൺഡേ സ്കൂളിനായി സ്തോത്രം ചെയ്യുന്നു. അധ്യാപകർക്കായി, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ബൈബിൾ സ്റ്റഡിക്കായി സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് നടക്കുന്ന ആരാധനയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവകൃപയിൽ എല്ലാവരും മറക്കുകയും സഹായിക്കുകയും ചെയ്യണമേ പ്രാർത്ഥിക്കുന്നു. കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്കായി സ്തോത്രം തക്ക സമയത്ത് അവരെ കർത്താവ് കൂട്ടിവരുത്തണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവമില്ലാത്ത ഒരു വ്യക്തിയുടെ കടന്നു വരുവാൻ ഇടയാകരുതേ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഹിതപ്രകാരമുള്ള എല്ലാവരും കർത്താവ് കൂട്ടിവരുത്തണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഹിതമല്ലാത്ത ഒരു ശബ്ദം ഇവിടെ ഉയരുവാനിടയാകരുത് പ്രാർത്ഥിക്കുന്നതാ. ഈ ആലയവും പരിസര സ്വർഗ്ഗദൂതന്മാരാൽ കാവൽ ചെയ്യണമേ പ്രാർത്ഥിക്കുന്നു. തിരുഹിതമില്ലാത്ത ഒരു വ്യക്തിയോട് പ്രവേശിപ്പാനിടയാകരുത് പ്രാർത്ഥിക്കുന്നതാ. ദൈവകൃപയിൽ അടികളെ മറക്കണമേ കർത്താവെ. അടികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കുമായി സ്തോത്രം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളായിരിക്കുന്ന എല്ലാവർക്കുമായി സ്തോത്രം ചെയ്യുന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവെ നടക്കുന്ന വിശുദ്ധ ആരാധനയ്ക്കായി സ്തോത്രം ചെയ്യുന്ന വിവിധ സ്ഥലങ്ങളായി എല്ലാവരെയും അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അടികളെ സമ്പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നതാ. കർത്താവെ, പകൽക്കാലം അടികളുടെ ദേഹം, ദേഹി, ആത്മാവിനെ സമ്പൂർണ്ണമായ ദൈവത്തിൻ്റെ ഹിതത്തിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് അടികളോട് സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന നിമിഷങ്ങളായി തീരുവാൻ സ്വർഗ്ഗമിടയാക്കണമേ പ്രാർത്ഥിക്കുന്നു. അങ്ങ് അടികളുടെ പ്രാർത്ഥന ജനഘട്ടനായ സ്തോത്രം ക്രിസ്തു യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തു യേശുവിൻ്റെ രക്തത്താൽ വീണ്ടും ഒരു പ്രാവശ്യതായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ബഹുമാന്യ കർത്തദാസന്മാർക്കും വേഗമൃത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ കർത്താവിന് സല്ലടുത്ത് വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് അവസരം തന്നുവല്ലോ. കഴിഞ്ഞ ചില ആഴ്ചകളിലായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ദാനത്തെക്കുറിച്ചുള്ളതായ വിവിധ കാര്യങ്ങൾ നമ്മൾ ഒന്നിച്ച് ചിന്തിച്ചു വരികയായിരുന്നു. ഇന്ന് പകൽക്കാലവും അതിനോടുള്ള ബന്ധത്തിൽ തുടർന്നുള്ളതായ കാര്യങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി കർത്താവിൽ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവത്തിലായിരിക്കാൻ സ്വർഗം നമ്മെ സഹായിക്കട്ടെ. ദൈവം നൽകിയതായ ദാനങ്ങളുടെ പ്രതിഫലനത്തിൻ്റെ ഫലമായിട്ടാണ് ദൈവം തൻ്റെ ശക്തി തൻ്റെ സഭയിൽ വെളിപ്പെടുത്തുന്നത്. ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കുന്നു. ദൈവം നൽകിയതായ ദാനങ്ങളുടെ പ്രതിഫലനത്തിൻ്റെ ഫലമായിട്ടാണ് ദൈവശക്തി ദൈവത്തിൻ്റെ സഭയിൽ വെളിപ്പെടുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. നാം എല്ലാവരും ദൈവത്തിൻ്റെ ദാനമാണ്. നാം പ്രാപിച്ചതും ദൈവത്തിൻ്റെ ദാനമാണ്. ആയതിനാൽ ഒരു ദാനവും അതിൽ തന്നെ പ്രത്യേകതയുള്ളതല്ല. ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമാകുന്നതുവരെ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം പൂർണ്ണമായി നിറവേറുന്നതുവരെ ഒരു ദാനവും അതിൽ തന്നെ പ്രത്യേകതയുള്ളതല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പുതിയ നിയമസഭയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യ ലേഖനം 12-ാമത്തെ അധ്യായം, റോമാലേഖനം 12-ാമത്തെ അധ്യായം, എഫേസ്യ ലേഖനം 4-ാമത്തെ അധ്യായം, ഈ അധ്യായങ്ങളിലാണ് പ്രധാനമായിട്ടും ദൈവത്തിൻ്റെതായ ദാനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ വരങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഓരോരുത്തർക്കും ദൈവം തൻ്റെ ദാനങ്ങളെ ദൈവം നൽകിയിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഒരു ദാനവുമില്ലാത്തതായ ഒരു വ്യക്തിയും ദൈവത്തിൻ്റെ സഭയിലില്ല. എന്നാൽ എല്ലാ ദാനവും എല്ലാവർക്കും ലഭിച്ചിട്ടില്ല എന്നതുമാണ് മറ്റൊരു കാര്യം. അപ്പോൾ ദൈവത്തിൻ്റെ സഭയിലായിരിക്കുന്നതായ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടും പ്രാപിച്ചതായ ഓരോ ദൈവ പൈതലിനും ദൈവം വിവിധങ്ങളായ വരങ്ങളെ ദൈവം നൽകിയിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെതായ ആ ദാനം, ദൈവത്തിൻ്റെതായ ആ വരങ്ങൾ നമുക്ക് നൽകിയിരിക്കുമ്പോൾ അതിൽ കൂടെ ദൈവം ഉദ്ദേശിക്കുന്നതായ ആ കാര്യം പൂർണ്ണമാകുന്നില്ല എങ്കിൽ
നമുക്ക് ആ ദാനം ലഭിച്ചതുകൊണ്ട് അല്ലെങ്കിൽ നൽകപ്പെട്ടതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ദൈവത്തിൻ്റെ ഉദ്ദേശം നമ്മിൽ കൂടെ നിറവേറണം എന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നതായ പ്രധാനപ്പെട്ടതായ കാര്യം. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഫണൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഓയിലോ ലിക്വിഡായിട്ടുള്ള കാര്യങ്ങൾ മറ്റൊന്നിലേക്ക് പകരുവാൻ വേണ്ടിയാണ്. ഒരു വ്യക്തിക്ക് ദൈവം തൻ്റെ ദാനം അല്ലെങ്കിൽ വരങ്ങൾ നൽകുമ്പോൾ അതുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെതായ പദ്ധതി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഉദ്ദേശം, ദൈവിക ദാനങ്ങൾ, ദൈവത്തിൻ്റെതായ അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ സഭയിലേക്ക് പകരപ്പെടുവാൻ വേണ്ടി മാത്രമാണ്. അതിനിടയിൽ നിൽക്കുന്നതായ വ്യക്തികൾക്ക് യാതൊരു പ്രാധാന്യവും ഇല്ല. എന്നാൽ നമ്മളുടെ ആത്മമണ്ഡലത്തിൽ വന്നിരിക്കുന്ന പരാജയം എന്ന് പറയുന്നത്, ആർക്കെങ്കിലും ദൈവിക ദാനങ്ങൾ ദൈവം നൽകുകയും അതവർ ഉപയോഗിക്കുന്നുവെങ്കിൽ ആ വ്യക്തിയെ ദൈവത്തെക്കാൾ വലിയ വ്യക്തിയായിട്ട് നമ്മൾ ചുമന്നുകൊണ്ട് നടക്കുന്നു എന്നതായ ഒരു പരാജയമാണ് ആത്മമണ്ഡലത്തിലെ വലിയൊരു പരാജയം എന്ന് പറയുന്നത്. എന്നാൽ ദൈവം ഓരോ വ്യക്തികൾക്കും തൻ്റെ ദാനങ്ങൾ നൽകിയിരിക്കുന്നു. അത് പൊതുപ്രയോജനത്തിന് വേണ്ടിയാണ്, ദൈവസഭയുടെ എഡിഫിക്കേഷന് വേണ്ടിയാണ് ദൈവം ആ ദാനങ്ങൾ നൽകുന്നത്. ആ ദാനങ്ങൾ നൽകുവാൻ എക്സ് ഓർ വൈ ഏതെങ്കിലും ഒരു വ്യക്തിയെ ദൈവം ഉപയോഗിക്കുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് മാഹാത്മ്യമൊന്നുമില്ല. ആ വ്യക്തിയും ദൈവത്തിൻ്റെ ദാനമാണ്. ആ വ്യക്തിക്കും ദൈവം ദാനം കൊടുക്കുകയാണ്. ആ ദാനം ദൈവത്തിൻ്റെ സഭയിലേക്ക് പകരപ്പെടുവാൻ ആ വ്യക്തിയെ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വ്യക്തിക്ക് പ്രാധാന്യം ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം. ഇന്ന് പകൽക്കാലം നാം ദൈവസ്ഥലായിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് പലപ്പോഴും ദൈവത്തിൻ്റെ സഭയിൽ, ദൈവത്തിൻ്റെതായ ജനത്തിൻ്റെ ഇടയിൽ പല വിധത്തിലുള്ളതായ തെറ്റിദ്ധാരണകളും പല വിധത്തിലുള്ളതായ അറിവില്ലായ്മകളും ഉണ്ട് എന്നുള്ളതായ കാര്യം നമ്മൾ മനസ്സിലാക്കണം. നാം ദൈവത്തിൻ്റെ വചനം പൂർണ്ണമായും മനസ്സിലാക്കുകയും അത് വേണ്ട രീതിയിൽ പഠിക്കുകയും ചെയ്തുവെങ്കിൽ മാത്രമേ പലപ്പോഴും പല കാര്യങ്ങളിൽ നിന്ന് തെറ്റിനെ തിരുത്തി നമുക്ക് നേരായ പാതയിൽ നടക്കുവാൻ കഴിയത്തുള്ളൂ എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ടതായ ആവശ്യമായിരിക്കുന്നു. ഇനി ആർക്കാണോ ദൈവം ദാനം നൽകുന്നത്, ആ വ്യക്തിക്ക് ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെതായ ഹിതം നിറവേറ്റുവാൻ വേണ്ടി ആ വ്യക്തി സമർപ്പണമുള്ള വ്യക്തിയായിരിക്കണം. ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. ദൈവം ഒരു വ്യക്തിക്ക് ദാനം നൽകുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഉദ്ദേശം നിറവേറ്റുവാൻ വേണ്ടി തന്നെത്താൻ സമർപ്പണമുള്ള വ്യക്തിയായിരിക്കണം. ആത്മവരം ലഭിച്ചതുകൊണ്ട് മാത്രം ഒരുവൻ ആത്മീയനാകുന്നില്ല. പകരം ദൈവത്തിൻ്റെ ഉദ്ദേശം ആ വ്യക്തിയിൽ കൂടെ നിറവേറുവാൻ വേണ്ടി സമർപ്പിക്കപ്പെടുമ്പോൾ മാത്രമാണ് ആ വ്യക്തി ആത്മീയനാകപ്പെടുന്നത്. അല്ലെങ്കിൽ ആത്മനിറവിനാൽ ഭരിക്കപ്പെടുമ്പോൾ മാത്രമാണ് ആ വ്യക്തി ആത്മീയനാകുന്നത്. ഞാൻ നേരത്തെ ഇവിടെ ഓർമ്മപ്പെടുത്തിയിരുന്നു, വരങ്ങൾ ലഭിച്ചതുകൊണ്ട്, ദാനങ്ങൾ ലഭിച്ചുകൊണ്ട് ആരും ആത്മീയരാകത്തില്ല എന്നതിനെക്കുറിച്ച് ഞാനൊരു ഉദാഹരണം ഇവിടെ പറഞ്ഞു. വേദപുസ്തകത്തിൽ നിന്ന് തന്നെ ബിലയാമിൻ്റെ കഴുത പ്രവാചകനോട് സംസാരിപ്പാനിടയിൽ തീർന്നു. അതുകൊണ്ട് കഴുത ആത്മീയനായില്ല. എപ്പോഴാണോ ഒരുവൻ ആത്മീയനായി നിലകൊള്ളുന്നത്, ആ വ്യക്തി ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുമ്പോൾ മാത്രമാണ്. ആത്മനിറവ് പ്രാപിക്കുമ്പോഴാണ്. ആത്മനിറവ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്, നമ്മൾ പഠിച്ചു, പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിന് വിധേയപ്പെടുന്നതായ അനുഭവത്തിനെയാണ് ആത്മനിറവ് എന്ന് പറയുന്നത്. ആത്മനിറവ് ഒരുവനിൽ ഉള്ളപ്പോൾ മാത്രമേ അവന് തൻ്റെതായ സോളിനെയും ബോഡിയെയും കൺട്രോൾ ചെയ്യുവാൻ കഴിയത്തുള്ളൂ. അവിടെ മാത്രമാണ് സ്പിരിറ്റ് ജയം പ്രാപിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ ആത്മാവിൽ ദൈവത്തിൻ്റെ ആത്മാവ് വരികയും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതായ ഒരു മണ്ഡലത്തിൽ നാം എത്തുമ്പോൾ മാത്രമാണ് ഒരുവൻ ആത്മീയനാകുന്നത്. കൈയടിച്ചതുകൊണ്ടോ ക്ലീൻ ഷേവ് ചെയ്തതുകൊണ്ടോ വെള്ള ഷർട്ട് ഇട്ടതുകൊണ്ടോ സഭയുടെ അംഗമായതുകൊണ്ടോ ഒരാൾ ആത്മീയനാകുന്നില്ല. ഒരുവൻ ആത്മീയനാകുന്നത് ആ വ്യക്തി പരിശുദ്ധാത്മാവിനാൽ പൂർണ്ണമായും നിയന്ത്രിക്കപ്പെടുമ്പോൾ മാത്രമാണ്. നമ്മൾക്കൊക്കെ വളരെ തെറ്റായ വികലമായ അറിവാണുള്ളത്. നമ്മൾ ഒരു സഭയുടെ അംഗമായി സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി ആത്മീയനായി, സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ സഭയുടെ അംഗമായി തീർന്നാൽ, വെള്ളയുടുപ്പിട്ടാൽ അല്ലെങ്കിൽ ക്ലീൻ ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തി ആത്മീയനായി, അഥവാ കൈയടിച്ചാൽ, അന്യഭാഷ പറഞ്ഞാൽ ആത്മീയനായി. നോ, നെവർ. എപ്പോൾ ഒരു വ്യക്തി പരിശുദ്ധാത്മാവിനാൽ പൂർണ്ണമായി നിയന്ത്രിക്കപ്പെടുന്നുവോ,
തൻ്റെ ജഡത്തെയും തൻ്റേതായ പ്രാണനെയും പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുന്നുവോ അപ്പോൾ മാത്രമാണ് ആ വ്യക്തി ആത്മീയനായി നിലകൊള്ളുന്നത്. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവരിൽ കൂടെയാണ് ദൈവം തൻ്റെ കൃപകളും വരങ്ങളും ദൈവത്തിൻ്റെ സഭയ്ക്ക് ദൈവം നൽകുന്നത്. ഒരുപക്ഷെ ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ കൃപയോ വരങ്ങളോ ദൈവം നൽകിയതുകൊണ്ട് ജീവിതകാലം മുഴുവൻ ആ വ്യക്തി ആത്മീയനായി നിലകൊള്ളണമെന്നില്ല. പകരം ആ വ്യക്തിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, ഒരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നിറവേറ്റാത്തിടത്തോളം കാലം ആ വ്യക്തിയും ജഡീകൻ എന്നതായ പട്ടികയിൽ മാത്രമേ വരികയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതായ കാര്യമെന്ന് പറയുന്നത്, ദൈവം എന്നെ കണ്ടിരിക്കുന്നത്, ദൈവം എന്നെ വിളിച്ചതിൻ്റെ ഉദ്ദേശം ഞാനൊരു ജഡീകനായിട്ട് ജീവിപ്പാനല്ല, തുടരുവാനല്ല, പകരം ആത്മീയനായിട്ട് ദൈവം എന്നിൽ കൂടെ ഉദ്ദേശിക്കുന്ന കാര്യം എന്നിൽ കൂടെ നിറവേറ്റുവാൻ വേണ്ടി കർത്താവെ എന്നെ ഞാൻ എല്ലായ്പ്പോഴും സമർപ്പിക്കുന്നു എന്നുള്ളതായ സമർപ്പണ ബോധം ഉള്ളവർക്ക് മാത്രമേ ക്രിസ്തീയ ജീവിതത്തിൽ വിജയിക്കുവാൻ കഴിയത്തുള്ളൂ. ഇല്ല എങ്കിൽ നമുക്ക് ഏതെങ്കിലും സംഘടനയുടെ വ്യക്തിയാണ് അല്ലെങ്കിൽ അംഗമാണ് എന്ന് പറയുവാനുള്ളതായ യോഗ്യത മാത്രമേ ഉള്ളൂ. ദൈവസന്നിധിയിൽ നമുക്ക് ദൈവവുമായിട്ടുള്ളതായ കണക്ഷൻ നമുക്ക് നഷ്ടപ്പെടുവാനിടയിൽ തീരും. ഞാനിവിടെ പറഞ്ഞു വരുന്നതായ കാര്യം, ആത്മവരം ലഭിച്ചതുകൊണ്ട് ഒരു വ്യക്തി ആത്മീയനാകത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പകരം ആത്മാവിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിന് കീഴിൽ ആകുമ്പോൾ മാത്രമാണ് ഒരു വ്യക്തി ആത്മീയനാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. വരങ്ങൾ ദൈവം സഭയ്ക്ക് നൽകിയതിൻ്റെ പരമപ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത്, കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ചില കാര്യങ്ങൾ പറയുവാനിടയിൽ തീർന്നു. ഒന്നാമത് ഞാൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവിനെ ദൈവം സഭയ്ക്ക് നൽകിയത് ദൈവത്തിൻ്റെ സാക്ഷിയാകുവാൻ വേണ്ടിയാണ്. തന്നെയുമല്ല, ദൈവത്തിൻ്റെ വരങ്ങളും കൃപകളും പരിശുദ്ധാത്മാവ് നൽകിയത് ശത്രുവിനോട് എതിർത്ത് നിൽക്കുവാൻ വേണ്ടിയാണ്. കഴിഞ്ഞ ആഴ്ച ഞാനത് പറയുവാനിടയിൽ തീർന്നു. ഇന്ന് ഞാൻ പറയുന്ന കാര്യം അതിനേക്കാളെല്ലാം ഉപരിയായിട്ട്, ദൈവം ഒരുവന് വരം നൽകുന്നുവെങ്കിൽ, കൃപ നൽകുന്നുവെങ്കിൽ അതിൻ്റെ പരമപ്രധാനമായ അടിസ്ഥാന ഉദ്ദേശം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരാകുക എന്നതാണ്. അതികുറഞ്ഞതായ ഒരു കാര്യത്തിന് വേണ്ടിയല്ല. ഞാൻ പറഞ്ഞു, ഒരു വ്യക്തിക്ക് ദൈവം ദാനം നൽകുന്നുവെങ്കിൽ ആ വ്യക്തിക്ക് മാഹാത്മ്യം ഒന്നുമില്ല. ആ വ്യക്തിയും ദൈവത്തിൻ്റെ ദാനമാണ്. ആ വ്യക്തിക്ക് നൽകപ്പെടുന്നതും ദൈവത്തിൻ്റെ ദാനമാണ്. ആ നൽകപ്പെടുന്നതായ ദൈവത്തിൻ്റെ ദാനം ദൈവത്തിൻ്റെ സഭയ്ക്ക് വേണ്ടി നൽകുവാൻ ഒരു മീഡിയേറ്ററായിട്ട് വ്യക്തിയെ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ ഒരുവനെ ദൈവം ശുശ്രൂഷ ഏൽപ്പിക്കുന്നു, വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകൾ ഏൽപ്പിക്കുന്നുണ്ട്. ആ ശുശ്രൂഷ ഏൽപ്പിക്കുന്നുവെങ്കിൽ അതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യമെന്ന് പറയുന്നത്, ഒന്നാമത് ആ ലഭിക്കുന്ന വ്യക്തിക്ക് ക്രിസ്തുവുമായിട്ട് രൂപാന്തരപ്പെടുവാൻ, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് രൂപാന്തരപ്പെടുവാനുള്ളതായ ഒരവസ്ഥ ഉണ്ടാകണം. ആയതുപോലെ തന്നെ ആ ശുശ്രൂഷ ഏൽക്കുന്ന ഏതൊരു വ്യക്തിയാണോ ആ വ്യക്തിയും ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ വേണ്ടി ഒരുക്കുക എന്നതായ ലക്ഷ്യത്തോടെയാണ് ദൈവം തൻ്റെ വരങ്ങൾ, ദാനങ്ങൾ ദൈവത്തിൻ്റെ സഭയ്ക്ക് ദൈവം നൽകിയത്. ഇതൊരിക്കലും നമ്മുടെ മെറിറ്റ് കൊണ്ട് നമുക്ക് ലഭിച്ചതല്ല, നമ്മൾ നേടിയെടുത്തതല്ല. പകരം നമ്മൾക്കറിയാൻ സാധിക്കും, ഇറ്റ് ഈസ് എ ഗിഫ്റ്റ്. ഇത് ദൈവത്തിൻ്റെ ദാനമാണ്. ഒരു കണ്ടീഷനോട് കൂടി തന്നതല്ല. നമ്മൾ ബാങ്കിൽ പോയി ഒരു 50,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ അല്ലെന്നുണ്ടെങ്കിൽ ഒരു എമൗണ്ട് നമ്മൾ ലോൺ എടുക്കുമ്പോൾ അതിനൊരു വ്യവസ്ഥയുണ്ട്. സമയാസമയങ്ങളിൽ നമ്മൾ എന്ത് ചെയ്തുകൊള്ളാം, പലിശ അടച്ചുകൊള്ളാം, അതിൻ്റെ മുതലും അടച്ചുകൊള്ളാം എന്ന് പറഞ്ഞാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ആ കണ്ടീഷനോട് കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലോൺ എടുക്കുന്നത്. നമുക്ക് ദൈവത്തിൻ്റെ ദാനം ലോണായിട്ട് തന്നതല്ല, പകരം തികച്ചും ദാനമായിട്ട് തന്നതാണ്. അപ്പോൾ ദാനമായി ഇത് ലഭിച്ചതുകൊണ്ട് പലപ്പോഴും നമ്മൾ അതിന് വില കൽപ്പിക്കുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. നമ്മൾ വില കൊടുത്തൊരു കാര്യം വാങ്ങുകയാണെങ്കിൽ അത് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് അല്പമായ ബുദ്ധിമുട്ടും വേദനയും ഉണ്ടാകും. എന്നാൽ ഒരാൾ ദാനം ചെയ്ത കാര്യം അത് നഷ്ടമായാൽ നമ്മൾക്ക് അത്ര വേദന ഉണ്ടാകത്തില്ല. കാരണം നമ്മൾ അതിന് മുതൽ മുടക്കിയില്ല, നമ്മൾക്കതിന് വേദനയുള്ള കാര്യമല്ല. എന്നതുപോലെയാണ് ദൈവത്തിൻ്റെ വരം, ദൈവത്തിൻ്റെ ദാനത്തെ നമ്മൾ കണക്കാക്കുന്നത്. അങ്ങനെയല്ല. ദൈവത്തിൻ്റെ ദാനം ദൈവം തൻ്റെ സ്വരൂപത്തോട് നമ്മെ അനുരൂപരാക്കുവാൻ വേണ്ടി ദൈവം നൽകിയതാണ്. അതുകൊണ്ട് ആ ദാനം വിലയില്ലാത്തതായി കാണുവാൻ ഒരിക്കലും ഇടയാകരുത്, അതിന് വില കൊടുക്കേണ്ടത് തന്നെയാണ്. ആയതിനാൽ ദൈവിക ദാനങ്ങളെ നമ്മൾ എന്ത് ചെയ്യരുത്, ഉപേക്ഷയായി വിചാരിക്കരുത്. അപ്പോൾ തന്നെ ദൈവിക ദാനങ്ങൾക്ക് അമിതമായ പ്രാധാന്യവും നൽകാൻ പാടില്ല.
ഒരുപക്ഷെ നിങ്ങൾക്കത് അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയത്തില്ലായിരിക്കാം. നമ്മളുടെയൊക്കെ സഭാമണ്ഡലത്തിൽ അല്ലെങ്കിൽ ശുശ്രൂഷയിൽ അല്ലെങ്കിൽ നമ്മുടെ ആത്മമണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ദൈവം ദാനം കൊടുത്തു, ആ വ്യക്തിയിൽ കൂടെ ആ ശുശ്രൂഷ നമ്മിൽ വെളിപ്പെട്ടു, അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ സഭയോടുള്ള ബന്ധത്തിൽ വെളിപ്പെട്ടുവെങ്കിൽ ആ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയെയാണ് ദൈവത്തെക്കാൾ കൂടുതലായി വില കൽപ്പിക്കുന്നതും പിന്നെ ആ വ്യക്തിയുടെ വാക്കുകൾക്കാണ് ദൈവിക വാക്കുകളായിട്ട് ദൈവത്തിൻ്റെ ശബ്ദമായിട്ട് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത്. നോ, നെവർ. ദൈവം ഒരു സമയത്തേക്ക് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ നമ്മുടെ സഭാമണ്ഡലത്തിലൊക്കെ പ്രവചന ശുശ്രൂഷയ്ക്ക് വളരെ പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത്. പ്രവാചകൻ പറയുന്ന ദൂതാണ് അവസാന വാക്ക്. നമുക്ക് അതൊരിക്കലുമല്ല, അത് ദൈവത്തിൻ്റെ ദാനമാണ്, ആ വ്യക്തിയിൽ കൂടെ നമുക്ക് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രവാചകനെ ഫോളോ ചെയ്യുവാനല്ല, ആ പ്രവാചകന് ദൈവം കൊടുത്തതായ ദാനം, ആ ദാനം കൊടുത്ത ദാതാവിനെയാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. നമ്മുടെ സഭകളിലൊക്കെ വന്നിരിക്കുന്നതായ പരാജയം, ആത്മമണ്ഡലത്തിലെ പരാജയം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുകയും അവരുടെ വാക്കുകൾക്ക് കൽപ്പന കൊടുക്കുകയും അല്ലെങ്കിൽ അന്തിമമായിട്ട് വില കൽപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് പല സഭകളിലും പല പരാജയങ്ങളും ഡിവിഷൻസും ഒക്കെ ഉണ്ടാകുവാനിടത്ത്. ഞാൻ ഇനി അതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറയാം. അതിനെക്കുറിച്ച് ഓരോ ആത്മദാനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാം. അതുകൊണ്ട് ആത്മദാനങ്ങൾ അത് ദൈവത്തിൻ്റെ സഭയെ എക്വിപ്പ് ചെയ്യുവാൻ വേണ്ടി മാത്രം ദൈവം കൊടുത്തതാണ്. അതിന് അമിത പ്രാധാന്യം ആ വ്യക്തിക്കോ ആ ദാനത്തിനോ നമ്മൾ കൊടുക്കേണ്ടതായ ആവശ്യമില്ല. പകരം ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുന്നതിനുമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് അറിയാമോ, കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. ഇനിയും ഈ ആത്മദാനങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ടതായ രണ്ട് കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് ആത്മദാനങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. അത് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഗലാത്യ ലേഖനം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആത്മാവിൻ്റെ ഫലങ്ങൾ. ആത്മാവിൻ്റെ ഫലങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് 5-ാം അധ്യായത്തിൽ. ശ്രദ്ധിക്കുക, ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുന്നു. ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഇവയാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ. ഒരു സൈഡിൽ നിൽക്കുക, നിങ്ങൾ ഒരു ഹെഡിങ് കാണുക, ആത്മാവിൻ്റെ ഫലങ്ങളാണ് ഈ പറഞ്ഞത്. ഇനിയും ആത്മാവിൻ്റെ ദാനങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 8 മുതലുള്ളതായ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. 9 വിധ ദാനങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ജ്ഞാനത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, ഇനിയും വിശ്വാസം, രോഗശാന്തി, വീര്യപ്രവൃത്തികൾ, പ്രവചനം, വിവേചനം, പലവിധ ഭാഷകൾ, വ്യാഖ്യാനം. 9 തരത്തിലുള്ളതായ ദാനങ്ങളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ 2 പട്ടിക നിങ്ങളുടെ മുമ്പിൽ 2 ലേബലിൽ 2 ടൈറ്റിലിൽ 2 ഭാഗത്ത് കാണുന്നുണ്ട്. ആത്മാവിൻ്റെ ദാനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ദൈവം കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയോ? ഡിഫറെൻറ്റ് ഫോർ ഈച്ച് ഇൻഡിവിജ്വൽ. വ്യത്യസ്തങ്ങളായ ദാനങ്ങൾ ഓരോരുത്തർക്കും ദൈവം കൊടുത്തിരിക്കുന്നു. എന്നാൽ ഫോർ ഓൾ ദ ചർച്ച് വിത്തൗട്ട് എക്സെപ്ഷൻ, ആത്മാവിൻ്റെ ഫലം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? സഭയിലുള്ള എല്ലാവർക്കും വേണ്ടി കൊടുത്തതാണ്. ആത്മാവിൻ്റെ ദാനം എന്ന് പറയുന്നത് ചിലർക്ക് ദൈവം കൊടുത്തിരിക്കുന്നു. പക്ഷേ ആത്മാവിൻ്റെ ഫലം എന്ന് പറയുന്നത് എന്താണ്? എല്ലാവർക്കും കൊടുത്തിരിക്കുന്നു. നമ്മൾ കേട്ടു എന്തൊക്കെയാണ്: സ്നേഹം, സമാധാനം, സന്തോഷം,
ദീർഘക്ഷമ, പരോപകാരം, ഇന്ദ്രിയജയം, വിശ്വസ്തത. ഇതെല്ലാം ആർക്ക് കൊടുത്തിരിക്കുന്നു എന്നറിയാമോ? സഭയിലുള്ള എല്ലാ വ്യക്തികൾക്കും കൊടുത്തിരിക്കുക. ഒരാൾ പോലും അതിനകത്ത് നിന്ന് എന്ത് ചെയ്യാൻ പാടില്ല? ഒഴിഞ്ഞിരിപ്പാൻ ദൈവത്തിൻ്റെ വചനം അനുശാസിക്കുന്നില്ല. എന്നാൽ ചിലർക്കാണ് എന്ത് കൊടുത്തിരിക്കുന്നതെന്ന് അറിയാമോ? എല്ലാവർക്കും ഈ ആത്മാവിൻ്റെ ദാനം, വരം ഉണ്ടാകണം എന്നില്ല. പക്ഷേ എല്ലാവർക്കും ദാനം കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും പ്രകടമായ രീതിയിൽ ആ ദാനം ഉണ്ടാകണം എന്നില്ല. പക്ഷെ ഇവിടെ വലത് സൈഡിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? ആത്മാവിൻ്റെ ഫലം എല്ലാവർക്കും കൊടുത്തിരിക്കുന്നു. അതിൽ നിന്ന് ഒരു മനുഷ്യനും ഒഴിഞ്ഞിരിക്കുവാൻ പാടില്ല. ഇനിയും ആത്മാവിൻ്റെ ദാനം എന്തിനോടുള്ള ബന്ധത്തിലാണ് നൽകിയിരിക്കുന്നതെന്ന് അറിയാമോ? ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാണ് ദൈവം നൽകിയിരിക്കുന്നത്. ആത്മദാനം എന്തിനോടുള്ള ബന്ധത്തിലാണ് നൽകിയിരിക്കുന്നത്? ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാണ്, മിനിസ്ട്രിയോടുള്ള ബന്ധത്തിലാണ് ആത്മദാനം നൽകിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു, സഭയെ എക്വിപ്പ് ചെയ്യുവാൻ വേണ്ടി, സഭയെ ബിൽഡ് ചെയ്യുവാൻ വേണ്ടിയാണ് ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? ശുശ്രൂഷ വരങ്ങൾ നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ ശുശ്രൂഷ ദാനങ്ങൾ നൽകിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ ആത്മാവിൻ്റെ ഫലം കൊടുത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ? ക്യാരക്ടർ ഫോർമേഷന് വേണ്ടിയാണ്. നമ്മുടെ സ്വഭാവം രൂപീകരിക്കപ്പെടുവാൻ വേണ്ടി, അല്ലെങ്കിൽ സ്വഭാവത്തിന് മാറ്റമുണ്ടാകാൻ വേണ്ടി, റിലേറ്റഡ് ടു അവർ ക്യാരക്ടർ. ഇത് നമ്മുടെ സ്വഭാവത്തോട് ബന്ധപ്പെട്ടാണ് എന്ത് കൊടുത്തിരിക്കുന്നത്? ഈ ആത്മഫലങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത് മനസ്സിലാക്കി വേണം നമ്മൾ മുന്നോട്ട് പോകുവാൻ. ആത്മദാനം കൊടുത്തിരിക്കുന്നത് ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാണ്. ആത്മഫലം കൊടുത്തിരിക്കുന്നത് എന്തിനോടുള്ള ബന്ധത്തിലാണ്? നമ്മളുടെ സ്വഭാവത്തോടുള്ള ബന്ധത്തിൽ, ക്യാരക്ടറിനോടുള്ള ബന്ധത്തിലാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദി ഇമ്പോർട്ടൻസ് ആൻഡ് നെസസറി എംഫസൈസ് ഇൻ ദി ചർച്ച്. അപ്പോൾ സഭയ്ക്ക് ഒരു പ്രത്യേക സന്ദർഭത്തിൽ ചില കാര്യങ്ങൾ ആവശ്യമാകുമ്പോൾ ചിലപ്പോൾ പ്രവാചകനെ അയക്കുന്നു, ചിലപ്പോൾ ഉപദേഷ്ടാവിനെ അയക്കുന്നു, ചിലപ്പോൾ ഡിസൈനിങ് വരമുള്ള ആളിനെ അയക്കുന്നു. എന്തിനു വേണ്ടിയാ? സഭയെ ആ പ്രത്യേക അവസ്ഥയിൽ എക്വിപ്പ് ചെയ്ത് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക സമയത്തേക്ക് വേണ്ടി ചില ശുശ്രൂഷകന്മാരെ ചില സമയത്തേക്ക് അത്യാവശ്യമായിട്ട് ദൈവം അയക്കുന്നു. എന്നാൽ ആത്മദാനം എന്ന് പറയുന്നത് എന്താ അറിയാമോ? ഓൾ ദ ആസ്പെക്ട്സ് ഓഫ് the fruits are essential and equally important. അപ്പോൾ ആത്മഫലം എന്ന് പറയുന്നത് പ്രത്യേക സമയത്തിന് വേണ്ടി മാത്രമല്ല, എല്ലാ കാലഘട്ടത്തിലും എല്ലാ സമയത്തും സഭയ്ക്ക് അനിവാര്യമായിരിക്കുന്നതായ, ഒഴിച്ചുകൂടാൻ കഴിയാത്തതായ കാര്യമാണ് എന്തെന്ന് പറയുന്നത്? ആത്മാവിൻ്റെ ഫലം. ഞാൻ പറയുന്നത് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആത്മദാനവും ആത്മഫലവും തമ്മിലുള്ളതായ വ്യത്യാസമാണ് ഞാൻ പറയുന്നത്. ഞാനിവിടെ പറഞ്ഞു, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് ഓരോരുത്തർക്കായി നൽകുന്നു ആത്മദാനം. എന്നാൽ ആത്മഫലം എല്ലാവർക്കുമായി നൽകുന്നു. ആരെയും അതിൽ നിന്ന് ഒഴിഞ്ഞിരിപ്പാൻ ഇടയാകുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ശുശ്രൂഷയോടുള്ള ബന്ധത്തിലാണ് എന്ത് നൽകുന്നത്? ആത്മദാനം നൽകുന്നത്. എന്നാൽ ആത്മഫലം നൽകുന്നതെന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവത്തോടുള്ള ബന്ധത്തിലാണ് ആത്മഫലം നൽകിയിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സഭയുടെ ഉന്നമനത്തിന് വേണ്ടി പ്രത്യേക സന്ദർഭങ്ങളിൽ പ്രത്യേക ശുശ്രൂഷകൾ ദൈവം നൽകുന്നു. എന്നാൽ ആത്മഫലം എന്ന് പറയുന്നത് പ്രത്യേക സമയത്തിന് വേണ്ടി മാത്രമല്ല, എല്ലാ കാലവും രക്ഷിതാവായ കർത്താവിനെ സ്വീകരിച്ച നാൾ മുതൽ നിത്യതയിലെത്തുന്നത് വരെ ഒരു ദൈവപൈതലിൻ്റെ ജീവിതത്തിൽ എല്ലാ നിമിഷവും ഉണ്ടായിരിക്കേണ്ടതാണ് സ്നേഹവും സമാധാനവും സന്തോഷവും ദീർഘക്ഷമയും പരോപകാരവും വിശ്വസ്തതയും. ഇത് ഒരിക്കലും ഒഴിഞ്ഞിരുന്ന് ഒരു ക്രിസ്ത്യ ജീവിതം നയിപ്പാൻ കഴിയത്തില്ല. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്യാൻ ബി അബ്യൂസ്ഡ് കോസ് ഓഫ് ഒഫൻസ് ആൻഡ് ഡിവിഷൻസ്. അപ്പോൾ ആത്മദാനം അത് ആ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് നൽകുന്നത്. ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഇത് തെറ്റായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കാമെന്നറിയാമോ? അപകടം സംഭവിക്കാം. അപകടം എന്ന് പറയുമ്പോൾ സഭയ്ക്ക് വിള്ളലുണ്ടാകാം, ഡിവിഷൻ ഉണ്ടാകാം, ആകായ്മകൾ ഉണ്ടാകാം, അബ്യൂസ് ആകാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുമ്പോൾ തെറ്റായ പ്രവണതകൾ ഉടലെടുക്കുവാൻ സാധ്യതയുണ്ട്. ചിലരെ ദൈവത്തിൽ നിന്ന് അകറ്റുവാൻ കാരണമായി തീരും. എന്താ? ദാനം. എന്നാൽ ഒരിക്കലും ആത്മഫലം എന്ത് ചെയ്യുന്നില്ലെന്നറിയാമോ? ഒരുവനെ ദൈവത്തിൽ നിന്ന് അകറ്റുകയല്ല, പകരം അവൻ്റെ സ്വഭാവത്തെ രൂപീകരിക്കപ്പെട്ട്, അല്ലെങ്കിൽ സ്വഭാവ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ട് അവൻ ദൈവത്തോട് നാൾക്ക് നാൾ അടുക്കുകയാണ് ആത്മഫലം കൊണ്ടുണ്ടാകുന്നത്. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്നു? തെറ്റായ രീതിയിൽ ആത്മദാനം ഉപയോഗിക്കുന്നത് കൊണ്ട് സഭയ്ക്ക്, വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക് ദോഷമുണ്ടാകാം. എന്നാൽ ആത്മഫലം കൊണ്ട് ഒരിക്കലും ദോഷമല്ല ഉണ്ടാകുന്നത്, പകരം
നാം ദൈവത്തോട് കൂടുതൽ അടുക്കുകയും ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് നാം അനുരൂപപ്പെടുകയുമാണ് ചെയ്യുന്നത്. അടുത്ത 5-ാമത്തെ കാര്യം എന്ന് പറയുന്നത്, നോ ക്രിസ്ത്യൻ ഹാസ് ഓൾ ഓഫ് ദ ഗിഫ്റ്റ്സ്. എല്ലാ ദാനവും ഉള്ളതായ ഒരു ദൈവവൈതലും ഒരു ക്രിസ്ത്യാനിയുമില്ല. പക്ഷേ എല്ലാ ക്രിസ്ത്യാനികൾക്കും അനിവാര്യമായിരിക്കുന്നതായ എല്ലാ ദൈവവൈതങ്ങൾക്കും അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് എന്തെന്ന് പറയുന്നത്, ആത്മാവിൻ്റെ ഫലം എന്ന് പറയുന്നത്. ഇനിയും 6-ാമത്തെ കാര്യം, നോ സിംഗിൾ ഗിഫ്റ്റ് ഈസ് ഒബ്ലിഗേറ്റഡ് ഫോർ ഓൾ ദ ബിലീവേഴ്സ്. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വരം എല്ലാവർക്കും ഉണ്ടാകണം എന്ന് നിർബന്ധമൊന്നുമില്ല, ഒബ്ലിഗേഷനൊന്നുമില്ല, കടപ്പാടൊന്നുമില്ല. എല്ലാവർക്കും ഒരു വരം ഉണ്ടായിരിക്കണം, പ്രകടമായ ഒരു വരം ഉണ്ടായിരിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ആത്മഫലം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? എല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്ന് ദൈവം കൊടുത്തിരിക്കുന്ന കൽപ്പനയാണ്. ഇതാണ് ആത്മദാനവും ആത്മഫലവും തമ്മിലുള്ളതായ വ്യത്യാസം. നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും ഏത് കൊരിന്ത്യ ലേഖനത്തിലെ 9 വരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്, അത് നമ്മൾ മുമ്പേ കേട്ടു. റോമാലേഖനത്തിലാണെങ്കിൽ 7 വരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എഫേസ്യ ലേഖനത്തിലാണെങ്കിൽ 5 ശുശ്രൂഷ വരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഓരോ വേദഭാഗത്തും ഓരോ ലേഖനങ്ങളിലും വ്യത്യസ്തമായി പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ കാലഘട്ടത്തിലും അപ്പോസ്തലനായ പൗലോസ് ഈ വരങ്ങളെക്കുറിച്ച് പറഞ്ഞത് ഓരോ സഭയുടെയും ആവശ്യമനുസരിച്ച്, അല്ലെങ്കിൽ ഓരോ പ്രത്യേക ഉദ്ദേശത്തിന് വേണ്ടിയാണ് ആ ശുശ്രൂഷകളെ 9, 7, 5 ഇങ്ങനെ ഈ നിലകളിലായിട്ട് വ്യത്യസ്തങ്ങളായിട്ട് പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരു ഭാഗത്ത് 9 വരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യ ലേഖനം 12-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് പറയുന്നത് 9 വരങ്ങളെക്കുറിച്ച്. അത് ലക്ഷ്യമാക്കിയിരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമായ പ്രദർശനം ദൈവത്തിൻ്റെ സഭയിൽ ഉണ്ടാകണം എന്നതിനെക്കുറിച്ചുള്ളതായ ബന്ധത്തിലാണത് പറഞ്ഞിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ആത്മദാനങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വ്യത്യസ്തമായ രീതിയിൽ ആത്മദാനങ്ങളെക്കുറിച്ച് പറയുന്നു. കൊരിന്ത്യ ലേഖനത്തിൽ 9 ദാനങ്ങളെക്കുറിച്ച് പറയുന്നു, വരങ്ങളെക്കുറിച്ച് പറയുന്നു. റോമാലേഖനത്തിൽ 7 വരങ്ങളെക്കുറിച്ച് പറയുന്നു. എഫേസ്യ ലേഖനത്തിൽ 5 വരങ്ങളെക്കുറിച്ച് പറയുന്നു. എന്തിനാണ് ഇതിങ്ങനെ വ്യത്യസ്തമായി പറഞ്ഞിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ സഭയോടും ഉള്ള ബന്ധത്തിൽ വ്യത്യസ്തമായ ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നതായ 9 വരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെതായ പ്രകടമായ പ്രവൃത്തി സഭയിൽ വെളിപ്പെടുന്നതിനെക്കുറിച്ചുള്ള ബന്ധത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. സൂപ്പർ നാച്ചുറലായിട്ട് ആ ദൈവത്തിൻ്റെതായ ആത്മാവിൻ്റെ വരം മാനിഫെസ്റ്റ് ചെയ്യണം, അതിനുവേണ്ടിയാണ് 9 വരങ്ങളെക്കുറിച്ച് പറയുന്നത്. നമ്മൾക്കറിയാൻ സാധിക്കും, ഒരു ശരീരത്തോട് ബന്ധപ്പെടുത്തിയാണ് പൗലോസ് എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ 9 വരങ്ങളെ അവിടെ പറയുന്നത്. പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞു, പ്രധാനമായിട്ടും യൂണിറ്റിയോടുള്ള ബന്ധത്തിലാണ് ഈ വരങ്ങളെ അവിടെ എന്ത് ചെയ്യുന്നതെന്ന് അറിയാമോ? എടുത്തു പറയുന്നത്. അപ്പോൾ സഭ എന്ന ഏക ശരീരത്തിന് പല അവയവങ്ങളുണ്ട്. ഈ അവയവങ്ങളെല്ലാം ഒന്നോടൊന്ന് ബന്ധപ്പെട്ടതാണ്. ഒന്നിൽ നിന്ന് വ്യത്യസ്തമല്ല, വേർപിരിഞ്ഞിരിക്കുവാൻ കഴിയത്തില്ല. ഇവയെല്ലാം കൂടെ ഒന്ന് ചേർന്ന് പോയെങ്കിൽ മാത്രമേ സഭ ഐക്യമാകും, നിലനിൽക്കത്തുള്ളൂ, ശക്തമാകത്തുള്ളൂ. ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കാൻ ഈ സഭയിൽ കൂടെ സാധ്യമാകൂ എന്നതാണ് അവിടെ കാണുന്നത്. ഇനിയും റോമലേഖനത്തിലെ 7 വരങ്ങളെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ഈ 7 വരങ്ങളെക്കുറിച്ച് പറയുന്നത് സഭയിൽ എങ്ങനെയായിരിക്കണം ശുശ്രൂഷ ചെയ്യേണ്ടത്. ഈ ആത്മദാനം പ്രാപിച്ചവർ സഭയ്ക്കകത്ത് എപ്രകാരം ശുശ്രൂഷയിൽ പങ്കാളികളാകണം എന്നതിനെക്കുറിച്ചാണ് റോമാലേഖനം 12-ാം അധ്യായത്തിൽ അതിൻ്റെ 8 മുതലുള്ളതായ ഭാഗങ്ങളിൽ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞു എങ്ങനെയാണ് സഭ ഐക്യമായി നിൽക്കേണ്ടത്, അവിടെ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രകടമായ ശക്തി വെളിപ്പെടേണ്ടത് എന്നതാണ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നതെങ്കിൽ, അതാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ, ഇവിടെ റോമാലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സഭയ്ക്കകത്തുള്ളതായ അംഗങ്ങൾ പരസ്പരം എങ്ങനെ സെർവ് ചെയ്യണം, അതിനുവേണ്ടിയാണ് ദൈവം എന്ത് ചെയ്തിരിക്കുന്നത്? റോമാലേഖനത്തിൽ ആ വരങ്ങളെക്കുറിച്ച്, ദാനങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഇനിയും എഫേസ്യ ലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, 5 വരങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ചിലരെ പ്രവാചകന്മാരായും ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും സുവിശേഷകന്മാരായും ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? ആക്കി വെച്ചിരിക്കുന്നു. അപ്പോൾ അതെന്ന് പറയുന്നത് ലീഡർഷിപ്പിന് വേണ്ടിയാണ്. സഭയെ പുരോഗതിയിലേക്ക് നയിക്കുവാൻ, തെറ്റിൽ നിന്ന്
ഒഴിഞ്ഞിരിപ്പാൻ സഭയെ പഠിപ്പിക്കുവാൻ, സഭയെ പണിതെടുക്കുവാൻ വേണ്ടിയാണ് ഈ ശുശ്രൂഷ വൃന്ദത്തെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആക്കിയിരിക്കുന്നത് എന്നാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നമ്മൾ ഇനിയും പഠിക്കുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 12-ാമത്തെ അധ്യായം 8 മുതൽ 10 വരെയുള്ളതായ ഭാഗങ്ങളാണ് നമ്മളിവിടെ ചിന്തിക്കാൻ പോകുന്നത്. അത് നമ്മൾ വായിക്കുമ്പോൾ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിശ്വാസികളെ ഒരുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ആത്മാവ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള ദാനങ്ങളെ ദൈവം നൽകിയെന്നാണ് വേദഭാഗം പഠിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. അതെന്ന് പറയുന്നത് വേർഡ് ഓഫ് വിസ്ഡം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിശ്വാസത്തിൻ്റെ ആത്മാവ്, രോഗശാന്തിയുടെ ആത്മാവ്, അത്ഭുതങ്ങളുടെ വിവിധ വീര്യപ്രവൃത്തികളുടെ ആത്മാവ്, പ്രവചനത്തിൻ്റെ ആത്മാവ്, ഡിസേൺമെൻ്റ് അഥവാ വിവേചനത്തിൻ്റെ ആത്മാവ്, വിവിധ ഭാഷകൾ, വ്യാഖ്യാനങ്ങൾ, ഇങ്ങനെ 9 വിധ വരങ്ങൾ അല്ലെങ്കിൽ ദാനങ്ങളാണ് ദൈവം തൻ്റെ സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്നതെന്നാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഇനിയും റോമാലേഖനത്തിൽ കാണുന്നത് പ്രവചനവരം, ശുശ്രൂഷാവരം, പഠിപ്പിക്കൽ അല്ലെങ്കിൽ ടീച്ചിങ്സ്, എക്സോർട്ടേഷൻ അല്ലെങ്കിൽ എൻകറേജ്മെൻറ്റ്, ദാനം ചെയ്യുവാനുള്ളതായ വരം, ലീഡർഷിപ്പ് ആൻഡ് മേഴ്സി അഥവാ കരുണ കാണിക്കുവാനുള്ളതായ വരം. ഇതാണ് റോമാലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോഴേ ഇവിടെ നമ്മൾ ചിന്തിച്ചതായ കാര്യങ്ങൾ പറയുന്നത് വിവിധ വരങ്ങളെക്കുറിച്ച് ദൈവം നമ്മൾക്ക് അറിവ് തരുന്നുണ്ട്. ഇതെല്ലാം എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സഭയുടെ ഉന്നമനത്തിന് വേണ്ടിയും ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് നമ്മൾ അല്ലെങ്കിൽ ഏകീഭവിക്കപ്പെടേണ്ടതിന് വേണ്ടിയാണ് ദൈവം ഇവയെല്ലാം നൽകുന്നത്. ഇനിയും ഈ വരങ്ങളെ കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ 9 വരങ്ങളെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയും. അതായത് ഗിഫ്റ്റ് ഓഫ് റെവലേഷൻ, ഗിഫ്റ്റ് ഓഫ് പവർ ആൻഡ് ഗിഫ്റ്റ് ഓഫ് വോക്കൽ അല്ലെങ്കിൽ സ്പീച്ച്. ഇങ്ങനെ ഈ 9 വരങ്ങളെ 3ആയിട്ട് വിഭജിക്കുവാൻ കഴിയും. ഗിഫ്റ്റ് ഓഫ് റെവലേഷൻ, ഗിഫ്റ്റ് ഓഫ് പവർ, ഗിഫ്റ്റ് ഓഫ് വോക്കൽ അഥവാ സ്പീച്ച്, സംസാരം. ഇങ്ങനെ 3ആയിട്ട് നമുക്ക് ദൈവത്തിൻ്റെതായ ഈ വരങ്ങളെ, ദാനങ്ങളെ നമുക്ക് വിഭജിച്ച് പഠിക്കുവാൻ ഇടയായിത്തീരും. ദൈവം അനുവദിക്കുന്ന പക്ഷം അടുത്ത ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ ഡിവൈഡ് ചെയ്ത് പഠിക്കുവാൻ കർത്താവിൽ നമുക്ക് ശരണപ്പെടാം. ഗിഫ്റ്റ് ഓഫ് റെവലേഷൻ എന്ന് പറയുമ്പോൾ ദൈവം അസാധാരണമായ വെളിപ്പാടിൽ കൂടെ ദൈവം തൻ്റെ ജനത്തോട് ഇടപെടുന്നു. നമ്മൾക്കറിയാൻ സാധിക്കും, എബ്രായ ലേഖനം 1-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തു. ശ്രദ്ധിക്കുക, പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ വെളിപ്പാട് എങ്ങനെയായിരുന്നു? ഭാഗികമായിരുന്നു. പാർഷ്യൽ റെവലേഷനായിരുന്നു പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നത്. അതാണ് എബ്രായ ലേഖന കർത്താവ് പറയുന്നത്, ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം എന്ത് ചെയ്തു? അരുളി ചെയ്തു. അപ്പോൾ പൂർണ്ണമായ ഒരു വെളിപ്പാട് പഴയ നിയമ ഭക്തന്മാർക്ക് എന്ത് ചെയ്തിരുന്നില്ല? ലഭിച്ചിരുന്നില്ല. എന്നാൽ അടുത്ത വാക്യം പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അന്ത്യകാലത്ത് തൻ്റെ പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തു. അപ്പോൾ വെളിപ്പാട് എന്ന് പറയുമ്പോൾ, അപ്പോകാലിപ്റ്റിക്സ് എന്ന് പറയുമ്പോൾ ടു റിമൂവ് ദ വെയിൽ എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ നീക്കി കാണിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് അറിയാമോ? വെളിപ്പാട് എന്ന് പറയുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ പൂർണ്ണമായ ഒരു വെളിപ്പാടുണ്ടായിരുന്നില്ല, ഭാഗികമായ വെളിപ്പാട് മാത്രമാണ് ദൈവത്തിൻ്റെ ജനത്തിനുണ്ടായിരുന്നത്. എന്നാൽ പുതിയ നിയമസഭയോടുള്ള ബന്ധത്തിൽ അന്ത്യകാലത്ത് യേശു ക്രിസ്തുവിൽ കൂടെ നമുക്കൊരു പൂർണ്ണമായ വെളിപ്പാട് ലഭിക്കാനിടയെ തീർന്നു. നേരത്തെ ഫ്രാഗ്രൻ്റ് ആയിട്ടുള്ളതായ ചില വെളിപ്പാടുകളാണ് എന്ത് ചെയ്തത്? ദൈവം നൽകിയിരുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ എന്ത് ചെയ്തിരിക്കുന്നു എന്നറിയാമോ? പൂർണ്ണമായ ഒരു വെളിപ്പാട് ദൈവം നമുക്ക് നൽകി. അത് യേശു ക്രിസ്തുവിൽ കൂടെയാണ്. ആ വെളിപ്പാടിൽ കൂടെയാണ് ദൈവം നമുക്ക് എന്ത് തരുന്നതെന്ന് അറിയാമോ? ജ്ഞാനത്തിൻ്റെ വെളിപ്പാട് തരുന്നത്, അറിവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വെളിപ്പാട് തരുന്നത്, ഡിസൈനിങ് പവർ തരുന്നത്. അത് ദൈവത്തിൻ്റെ വെളിപ്പാട് അത് പൂർണ്ണമായി ഒരു മനുഷ്യനും പ്രാപിപ്പാൻ കഴിയത്തില്ല. അതിൻ്റെ ചില ഫ്രാഗ്മെൻറ്റ്, ചില ഭാഗങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യുന്നതെന്നറിയാമോ?
ഒരു വ്യക്തിക്ക് ദൈവം നൽകുന്നത്. അതിൽ കൂടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് വരെ ആ വ്യക്തി അറിയാത്ത കാര്യങ്ങൾ ദൈവം ആ വ്യക്തിയിൽ കൂടെ വെളിപ്പെടുത്തുക ചെയ്തത്. അത് സഭയുടേതായ ആവശ്യമനുസരിച്ച്, വ്യക്തികളുടെ ആവശ്യമനുസരിച്ച് ദൈവം വെളിപ്പെടുത്തുക ചെയ്യുന്നത്. അതാണ് ജ്ഞാനത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേചനപരത്തിൻ്റെ ആത്മാവ്. ഈ 3 വരങ്ങൾ പവർ ഓഫ് റെവലേഷൻ അല്ലെങ്കിൽ ഗിഫ്റ്റ് ഓഫ് റെവലേഷൻ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വരുന്നത്. ദൈവം അനുവദിക്കുന്ന പക്ഷം അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് അതിനെക്കുറിച്ച് വിശദമായി ചിന്തിക്കുവാൻ സ്വർഗ്ഗം നമ്മെ സഹായിക്കട്ടെ. ദൈവം നമുക്ക് ഓരോ ദാനവും തന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ഞാൻ പറഞ്ഞു. ഇന്ന് പകൽക്കാലം ആ കാര്യം നമ്മൾ മനസ്സിലാക്കുക. അത് നമ്മൾ മനസ്സിലാക്കി മുന്നേറുവാൻ സ്വർഗ്ഗം സഹായിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരാകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ദൈവം നമുക്ക് ദാനം തന്നത്. ദാനത്തെക്കാൾ പ്രധാനം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ ഫലങ്ങളാണ്. ആത്മാവിൻ്റെ ഫലമില്ലാതെ എത്ര ദാനമുണ്ടെന്ന് പറഞ്ഞാലും അത് വെറും ശൂന്യം മാത്രമാണ്. ആത്മാവിൻ്റെ ഫലത്തിനാണ് ഏറ്റവും പ്രാധാന്യം. ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യവും എന്താണ്? ആത്മഫലങ്ങൾ പുറപ്പെടുവിക്കുക എന്നുള്ളതാണ്. ആയതിനായിട്ട് ഈ ദിവസങ്ങളായി പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യട്ടെ. പ്രൈസ് ദി ലോർഡ്.